कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते उत्तिष्ठ नरशार्दूल कर्तव्यं दैवमान्धिकम्. ഹലോ ഗുഡ് മോർണിംഗ്. ഞാനിന്ന് എൻ്റെ ഒരു 5 AM മോർണിംഗ് റൊട്ടീനാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളം കുടിച്ചിട്ടാണ് ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അസിഡിറ്റി പോലത്തെ പ്രോബ്ലംസൊക്കെ കുറയ്ക്കാൻ വേണ്ടി ഇതൊരുപാട് ഹെൽപ്പ് ചെയ്യുന്ന കേട്ടിട്ടുണ്ട്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയാണ്. ഇതെൻ്റെ ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റാണ്. ഇഡ്ഡലി ഉണ്ടാക്കാൻ വലിയ ടൈം കൺസ്യൂമിങ് ഇല്ല. അതവിടെ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി ജോലികളൊക്കെ ചെയ്യാം. കുടിക്കാനുള്ള വെള്ളം അല്പം ചൂടധികമായി, ചൂടാറട്ടെ. അപ്പോഴേക്കും നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റാക്കാം. രാവിലെ എണീക്കുന്ന ടൈം അനുസരിച്ച് ചില ദിവസങ്ങളിൽ ഇതുപോലെ രാവിലെ കുളിക്കാറുണ്ട്. ഇനി നേരം വൈകിട്ടാണ് എണീക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഓഫീസിൽ നിന്ന് വന്നിട്ട് ഈവനിങ് ആണ് കുളിക്കാറുള്ളൂ. കുറേ ദിവസമായി ഒരു മോർണിംഗ് റൊട്ടീൻ വീഡിയോ എടുക്കണമെന്ന് പ്ലാൻ ചെയ്യുന്നു. ഇന്നെന്തായാലും നേരത്തെ എണീറ്റുകൊണ്ട് അങ്ങനെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് കരുതി. മോൾക്ക് രാവിലെ കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി. അവൾക്ക് സ്കൂളിലോട്ട് കൊണ്ടുപോകാനുള്ള ബ്രേക്ക്ഫാസ്റ്റും സ്നാക്സും ഒക്കെ പാക്ക് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രമാണ് ഞാൻ മോളെ വിളിച്ചെണീപ്പിക്കാറുള്ളൂ. അവൾ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ അവളെ കൂടെ നിൽക്കണം. അവളെ കാര്യങ്ങൾ നോക്കാൻ മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുള്ളൂ, പാക്കിംഗ് ഒക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊക്കെ റെഡിയാക്കിയതിന് ശേഷമാണ് ഞാൻ അവളെ വിളിച്ചെണീപ്പിക്കുന്നത്. മോള് 5 മണിക്ക് എൻ്റെ കൂടെ എണീക്കും. എന്നിട്ട് ഇതേപോലെ സോഫയിൽ വന്ന് കിടക്കും. അവിടുന്ന് വീണ്ടും എണീപ്പിക്കൽ വലിയൊരു ടാസ്ക് തന്നെയാണ്. ആൾക്കൊന്ന് റെഡിയായി വരാൻ ഒരു 45 മിനിറ്റ്സ് വേണം. എന്തായാലും റെഡിയായി അവളെ സ്കൂളിൽ കൊണ്ടുവിട്ടു. എഗെയിൻ കുക്കിംഗ് ആണ്. എന്താണെന്ന് വെച്ചാൽ ഒരൊറ്റ സ്ട്രെച്ചിൽ ഒരു കൈൻഡ് ഓഫ് വർക്കെല്ലാം ഒരുമിച്ച് തീർക്കുകയാണെന്നുണ്ടെങ്കിൽ ടൈം സേവ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് എല്ലാത്തിനുള്ള കൂടെയുള്ള കുക്കിംഗ് ഒരുമിച്ച് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി. ഓഫീസിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ലഞ്ച് കൂടെ പ്രിപ്പയർ ചെയ്ത് വയ്ക്കുന്നുണ്ട്. എന്നാൽ പിന്നെ ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ ലഞ്ച് ഉണ്ടാക്കണ പണിയില്ലല്ലോ. എനിക്ക് കിച്ചണിൽ ടേബിളിൻ്റെ മുകളിൽ അധികം പാത്രങ്ങളും കാര്യങ്ങളൊന്നും കാണുന്നത് ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന കുറേ പാത്രങ്ങളും മിക്സിയും എല്ലാം ഇതേപോലെ ഷെൽഫിനകത്താണ് വെച്ചിരിക്കണേ. ആവശ്യമുള്ള സമയത്ത് മാത്രം അത് പുറത്തെടുത്ത് യൂസ് ചെയ്യുകയാണ് ചെയ്യാറ്. കുഞ്ഞു ഇഡ്ഡലി ചട്നിപ്പൊടി കൂട്ടി കഴിച്ചെന്നുണ്ടെങ്കിലും എനിക്കും ഏട്ടനും ഇഡ്ഡലിക്ക് ഒരു ഉള്ളിച്ചമ്മന്തി നിർബന്ധമാണ്. അപ്പോൾ ഞങ്ങളൊരു ഉള്ളിച്ചമ്മന്തി അരച്ചു. ആദ്യമൊക്കെ മോർണിംഗ് എണീറ്റ് ഉടനൊരു ചായ കുടിക്കും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ അഗെയിൻ രണ്ടാമതൊരു ചായ. അങ്ങനെ ഒരു ശീലം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ മോർണിംഗ് ഒരു ചായ കുടിക്കുള്ളൂ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ. നല്ല ഏലക്കയൊക്കെ ഇട്ട് ഒരു അടിപൊളി ചായ റെഡിയാക്കിയിട്ടുണ്ട്.
കുക്കിങ്ങിനേക്കാളും ഡിഫിക്കൽട്ടാണ് അത് കഴിഞ്ഞിട്ടുള്ള കിച്ചൺ ക്ലീനിങ്. എനിവേ അതും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. മോർണിംഗ്സ് പലപ്പോഴും ബിസി ആയിരിക്കും, അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കൽ അത്രയ്ക്കും പോസിബിളായിട്ടുള്ളൊരു കാര്യമല്ല. കുറേ കാര്യങ്ങളൊക്കെ മിസ് ചെയ്തിട്ടുണ്ട്. എങ്കിലും നല്ലൊരു മോർണിംഗ് റൊട്ടീൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഹാവ് എ നൈസ് ഡേ.